മാറ്റി നിർത്തുമ്പോൾ ഓരോ മണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന, എളിയവനെ പ്രവചനമാണ് ഉയർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി ഇന്ന് രാത്രി നമ്മൾ സ്തോത്രം ചെയ്യണം. അതാ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. സ്തോത്രമല്ലിയ അഹരോനെ ദൈവം തിരഞ്ഞെടുത്തു. സ്വഭാവം വെച്ച് നോക്കിയാൽ അഹരോനെ ആരാക്കല്ലേ? പുരോഹിതൻ ആക്കരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് മോശം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഉണ്ടാക്കി വിഗ്രഹം ഉണ്ടാക്കി കാളക്കുട്ടി ഉണ്ടാക്കുന്ന എടുക്കണമെന്ന് പറയുകയാണ്. പക്ഷെ ദൈവം അല്ലിയ അങ്ങനെ യഹോവയുടെ പക്ഷത്തുള്ളവർ മാനത്തിൽ കണ്ടെന്ന് പറഞ്ഞപ്പോൾ മുഖം നോക്കാതെ ഇടംവലം നോക്കാതെ ചാടി പുറത്ത് നിൽക്കുവാൻ അവരവും തീരുമാനിച്ചത് കൊണ്ട് അല്ലയ്യ അവർ തള്ളപ്പെട്ടു പോയില്ല. അപ്പൊ നമ്മുടെ തിരഞ്ഞെടുപ്പ് പദ്ധതി നാം എപ്പോഴും മനസ്സിലാക്കണം. യോശുവ എത്ര നാൾ സമാധാനത്തോടെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നിട്ടാ ദൈവം അവരെ നേതൃത്വ സ്ഥാനത്തെ കൊണ്ടുവന്നറിയാമോ? എത്രയോ മണ്ഡലങ്ങൾ, എത്രയോ രാത്രികള് മോശ പർവ്വതത്തിന്റെ മുകളില് ജനം താഴെ. യോശുവോടെന്നറിയാമോ? യോശുവോടാ കണ്ടിട്ട് നടക്കും. താഴെയുള്ളവർ തിന്നു കുടിച്ച് കാളക്കുട്ടി ആരാധിക്കുക. മോശയോ മേടി പ്രാർത്ഥനയും ആവശ്യമുണ്ട് തടങ്ങുന്ന യോശുവ ചെയ്യും. താഴെ പോകാൻ പറ്റത്തില്ല, വേറോട് ചെല്ലാൻ പറ്റില്ല, ചെന്നാൽ കൊല്ലുമെന്ന് പറയും. താഴെ ചെന്നാൽ ഇങ്ങനെ തല്ലിക്കൊല്ലും. ആകെ ഒരു ജനക്ക് നിൽക്കുകയാണ്. താഴെ നോക്കിയേ ഉപവാസ പ്രാർത്ഥനയാണോ? അതുമല്ല. അല്ല ജനത്തിന്റെ പ്രവർത്തനമാണോ? അതുമല്ല. അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ. കാരണം ഭാവി എന്താണെന്ന് അറിയത്തില്ല. മുകളിലേക്ക് മാത്രം നോക്കി നിൽക്കുക, താഴെ നോക്കി നിൽക്കുന്ന അവസ്ഥ. ഇതിന്റെ നടുവില ദൈവത്തിന്റെ കാര്യം മനസ്സിലായത് ഇവരെ പ്രയോജനപ്പെടുത്തും. ഇവരെ പ്രയോജനപ്പെടുത്താം. വിട്ടുപിരിയുന്നില്ലെങ്കിൽ, വിട്ടുമാറുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തും. അങ്ങനെ ദൈവം അവരെ തിരഞ്ഞെടുത്തു. രണ്ട് ശ്ലോകങ്ങളിലെയോ അതിന് 5-ാം വാക്യം. അവരെ തിരഞ്ഞെടുക്കുന്ന പ്രസാദപ്രകാരം ദത്തെടുത്തു. അഡോപ്ഷൻ അടുത്ത പദമാണ്. അതല്ല നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മളെ അഡോപ്ഷനാണ്, ദത്തെടുക്കുകയാണ്. എങ്ങനെയാണ് അഡോപ്ഷന്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ല തങ്ങൾക്ക് സ്വത്തല്ല കുഞ്ഞാന്റെ പേരിൽ ആ കുഞ്ഞിന്റെ പേര് എഴുതി വെച്ചെന്ന് പറയുന്ന പോലെ സ്വർഗത്തിന്റെ എല്ലാം നമുക്ക് വേണ്ടി തന്നതാണ്. നമ്മളെ ദത്തെടുത്തു. ദൈവം നമ്മളെ നമ്മുടെ ആ സ്വർഗീയ ദാനം ആസ്വദിച്ചവരാ. ഇത്രയും സ്വർഗീയ നന്മകൾ അനുഭവിക്കുന്നവരാ നമ്മളെന്ന് ഓർത്താൽ ഇനിയും പിന്മാറിപ്പോയാൽ അതാണ് നമ്മുടെ വാണിംഗ്. അടുത്ത അവസാന ആഴ്ച നമ്മൾ വിശദീകരിക്കാം. മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റത്തില്ല. പ്രകാശം ലഭിച്ച് പിന്മാറിപ്പോയാൽ നമ്മളെ മടക്കി കൊണ്ടുവരുവാൻ വലിയ പാടാണ്. ഒരു രക്ഷിക്കപ്പെടാത്തവരെ കൊണ്ടുവരുന്നതിന്റെ 100 മടങ്ങ് പ്രയത്നം വേണം ഒരു പിന്മാറ്റക്കാരനെ മടങ്ങി കൊണ്ടുവരുവാൻ. പിന്മാറ്റത്തിന്റെ ലക്ഷണം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ അതിനെ നന്നായി പഠിക്കുന്ന സമയമില്ല. നോക്കുക, അപ്പൊ നമ്മളെ ദത്തെടുത്തു. എങ്ങനെ എടുത്തു? ദത്തെടുത്തു. അതിനെല്ലാം തന്ന് പുത്രനെ പോലും ഏൽപ്പിച്ചു തന്ന് നമ്മെ ദത്തെടുത്തു. ഇനി ആളെ പറഞ്ഞു അതിന് മുമ്പിൽ നിലവിൽ അതിന്റെ 4-ാം വാക്യത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പാണ് നമ്മെ തെരഞ്ഞെടുത്തത്. ലോകത്തിന്റെ നമ്മളൊക്കെ വിചാരിച്ചില്ല 1976 കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നല്ല. പൗലോസ് പറയുന്നത് എന്റെ ജനനം മുതൽ എന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ പൗലോസ് അല്ലെങ്കിൽ പൗലോസ് ദേവപരോസിന്റെ കല്ലറയുമ്പോ കൈയടിച്ചപ്പോഴും അവന്റെ അകത്ത് ദൈവദാസൻ ഉണ്ടായിരുന്നു. ശൗലിന്റെ വസ്ത്രമല്ല ദേവപരോസിന്റെ കല്ലെറിഞ്ഞുള്ള വസ്ത്രം കാത്തു സൂക്ഷിക്കുന്ന ആ ശൗല് 8-ാം അധ്യായത്തിന്റെ അവസാന വാക്കിങ്ങനെ വായിക്കുന്നു. അവനെ കൊല ചെയ്തത് ശൗലിനെ. ഒരു നാട്ടിൽ എത്രയോ പേരുണ്ട്, പക്ഷെ ഒരുത്തന്റെ കാര്യം പറയാനെങ്കിൽ 4-5 പേരെന്നാണ്. അവരെല്ലാവർക്കും ഞങ്ങൾ എറിഞ്ഞോട്ടെ ചെല്ലുന്നുണ്ടോ പറഞ്ഞു, എറിഞ്ഞോളാൻ പറഞ്ഞു. അവനവിടെ വസ്ത്രം കാക്കുകയായിരുന്നു. കാരണം അത് കാര്യമില്ല. അവിടെ വസ്ത്രം നാം പറയുകയാണ്. അവനാണ് കൈയടിച്ച് ഏറ്റവും കൂടുതൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. 9-ാം അധ്യായം തുടങ്ങുന്നത് പേപ്പറോസ് താത്വന്റെ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കുന്ന പൗലോസിനെ കാണുന്നത്. എവിടെ പേപ്പറോസ് അവസാനിപ്പിച്ചോ അവിടെ ശുശ്രൂഷ തുടങ്ങിയ ഒരു പൗലോസ്. കാരണം എന്താ? ലോകസ്ഥാപനം മുമ്പേ ദൈവം നമ്മെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ആത്മാവിൽ ഒരു കാര്യം ഓർത്തുകൊണ്ട് നിങ്ങളുടെ രക്ഷബന്ധങ്ങളെ ചാർച്ചക്കാരെയൊക്കെ ദൈവം എന്നേ കണ്ടു കഴിഞ്ഞു. കാലത്തിന്റെ സമ്പൂർണ്ണത വരുമ്പോൾ തക്ക സമയത്ത് ഒരു നാം മൺമറഞ്ഞ് നിത്യത്തിൽ പോയേക്കാം. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പേര് ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരിയാകട്ടെ, അവരെ നിത്യതയ്ക്കുള്ളവരാണെന്നുള്ള, നിത്യതയ്ക്കായി നിയമിക്കപ്പെട്ടവരാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നിങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിക്കാതെ നിങ്ങൾ തുടങ്ങി വെച്ച പ്രാർത്ഥന ഇന്നും തുടരണമെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മളെ ലോകസ്ഥാപനം മുമ്പ് തിരഞ്ഞെടുത്തു. അടുത്ത വചനം പറയുന്നു നമ്മളെ മുൻനിയമിച്ചു. ആളാമറ്റം അവൻ പിതാവായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്തു? മുൻനിയമിച്ചു എന്നാണ് വായിക്കുന്നത്. സ്തോത്രങ്ങൾ അപ്പൊ നമ്മളെ ഓൾറെഡി അപ്പോയിന്റഡ് ആണ്. മുൻ നിയമിച്ചു വെച്ചിരിക്കുന്നു ദൈവവൈദ്യനായിട്ട്.
നമുക്ക് ഇന്ന് ലഭിക്കുന്ന നന്മകൾക്കൊക്കെ നമ്മെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുകയാണ്. ദൈവം മുൻ നിയമിച്ച് വെച്ചിരിക്കുന്നു. അടുത്ത വാക്യം. അവന് നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് വീണ്ടെടുപ്പുണ്ട്, റിഡംപ്ഷൻ ഉണ്ട്. അതിക്രമത്തിന്റെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇനി അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനെ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോടെ അറിയിച്ചു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെ എല്ലാം നാം അവന്റെ അവകാശമായി പൂർണ്ണതയുടെ വ്യവസ്ഥയ്ക്കായപ്പോൾ നാം അവന്റെ അവകാശം പ്രാപിച്ചു. അവന്റെ ഹൃദയത്തിന്റെ ആലോചനത്തോടെ പ്രവർത്തിപ്പാൻ നമ്മെ മുൻനിയമിക്കപ്പെട്ടു. അത് നമ്മൾ ക്രിസ്തുവിൽ ആശ വെച്ച ഞങ്ങൾക്ക് നമ്മുടെ മഹത്വത്തിന്റെ വലുപ്പത്താൽ ലഭിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ അച്ചാരത്താൽ അല്ലെങ്കിൽ സീലിനാൽ ഞങ്ങളെ മുദ്ര വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ദൈവത്തെ നമ്മൾ പ്രകാശനം ലഭിച്ച് എല്ലാ നന്മയും ദൈവം തന്ന നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നു. ഇനിയും വിചാരിപ്പോയ ഒരു കാരണം പറയാനാണ് പൗലോസ് പറയുന്നത്. എനിക്ക് ആരാധിക്കേണ്ട എന്ന് പറയാൻ ഒരു റീസൺ പറഞ്ഞു. പറയുന്നത് മറ്റൊന്നും സൗഖ്യമായില്ല, സൗഖ്യമായില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ മക്കൾ കൊച്ചുമക്കള് കൂടെ നടന്നതൊക്കെ മരിച്ചു പോയില്ല. ഈയൊക്കെ കാരണം പറഞ്ഞ പലരും ആരാധന മുടക്കുന്നത്, അല്ലെങ്കിൽ ജോലി പോയെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ബിസിനസ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്നത് നഷ്ടം വന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കൊച്ചു വിഷയത്തെ പിടിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ ആരാധിക്കുന്നില്ലെന്ന്. പക്ഷെ വചനം തെളിയിച്ചു അങ്ങനെ പറയുവാൻ എനിക്ക് അവകാശമില്ല. കാരണം സകലവും തന്നിട്ടാണ് ദൈവത്തിനെ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരിക്കൽ നമുക്ക് പ്രകാശം ലഭിച്ചാൽ പിന്മാറിപ്പോയാൽ നമ്മൾ മടക്കി കൊണ്ടുവരുന്ന വലിയ മാറുന്ന കാര്യമാണ്. യേശു തന്നെ ഒരു ഭൂമിയിൽ ഇങ്ങനെ ചിത്രീകരിച്ചു. ഒരു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയാൽ നീരോട്ടമുള്ള സ്ഥലത്തെല്ലാം തിരക്കി നടക്കും. നടന്ന് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക അവിടെ നിന്ന് തന്നെക്കാട്ടി ബലമുള്ള 7 അഞ്ചുകളെ പിടിച്ചിട്ട് പഴയ സ്ഥലത്തേക്ക് വരും. തിരിച്ചു വരുമ്പോൾ അത് ഒത്തിരി ക്ലീനാക്കി കിടക്കുകയാണ്. ഒരു ഹൃദയത്തെ കുറിച്ചാണ് പറയുന്നത്. മാനസാന്തരപ്പെട്ട ഹൃദയം പിശാചിന്റെ പ്രവൃത്തി. ഇപ്പം 7 പേരും കൂടെ കൊണ്ടുവന്നു. ബലമേറിയ 7 പേരെ കൂടെ കൊണ്ടുവന്നു. 8 പേർ ഇപ്പോൾ ആ ഹൃദയത്തിനകത്തിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പിന്മാറ്റത്തിൽ പോയാൽ അവസ്ഥ പഴയതിനെക്കാട്ടി പരിതാപകരമായി. ഇന്ന് പകൽക്കാലം വരളിയ കുറച്ച് നാളത്തേക്കൊക്കെ ഇങ്ങനെ സോഫ്റ്റായിട്ടൊക്കെ പോയിരുന്നു. രാവിലത്തെ വചനത്തിന്റെ വെളിപ്പാട് അതുകൊണ്ട് സംസാരിക്കാം. വെളിയ ഈ ജഡത്തിൽ നാം ചെയ്യുന്ന തിന്മകൾക്ക് ജഡത്തിൽ തന്നെ ശിക്ഷ ഉണ്ടാകുന്ന വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പകൽക്കാലം ഭയത്തോടെ പോയി സേവിപ്പാൻ, വിറയിലോടെ പോയി ആരാധിപ്പാൻ ദൈവമായ നമ്മെ സഹായിക്കുന്ന പാട്ടുകൾ പാടിക്കുന്ന സമയം ആരാധിക്കുമ്പോൾ ദൈവാത്മാവിന്റെ വലിയ ശാന്തം ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നടക്കേണ്ടതിന് അല്ലെങ്കിൽ ദൈവാത്മാവിനെ നിയോഗിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ സമർപ്പിക്കാം. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്തുണ്ടാകട്ടെ. എല്ലാവർക്കും നന്മകളാലും ദൈവം നമ്മെ നിറയ്ക്കുമാറാകട്ടെ. നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം.